ഇപ്പോൾ സമ്പന്നർ കൂടുതൽ സമ്പന്നരാകുക, ദരിദ്രർ കൂടുതൽ ദരിദ്രരാകുക. ഇവിടെ വളരെ വ്യക്തമായ ചേരിതിരിവ് നടക്കുന്ന ഈ ലോകത്തിന്റെ മുമ്പിൽ ദേശാഭിമാനി പ്രദാനം ചെയ്യുന്ന വർഗം ഏതാണ് എന്ന് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടതില്ല. സമ്പന്നർ കൂടുതൽ സമ്പന്നരാകുന്നതിൻ്റെ തന്നെ ഭാഗമായിട്ടുള്ള ദരിദ്രർ കൂടുതൽ ദരിദ്രമായിക്കൊണ്ടിരിക്കുന്ന ഈ ജനവിഭാഗങ്ങളോടാണ് ദേശാഭിമാനിക്ക് പ്രതിബദ്ധതയുള്ളത്, അവരോടാണ് കൂറുള്ളത്. ആ കൂറാണ് ഞാൻ ആദ്യം തന്നെ പ്രഖ്യാപിച്ചത്. എന്നാൽ സമ്പന്നർ കൂടുതൽ സമ്പന്നരാകുന്നത് എന്തുകൊണ്ടാണ്? അതാരാണ്? മുമ്പത്തെ പോലെ കുറേ ആളല്ല, വളരെ ചുരുക്കം ആളുകളാണ്. രാജ്യത്തിന്റെ സമ്പത്ത് തന്നെ ഏതാണ്ട് 87-88% സമ്പത്ത് ഇന്ന് 10% കയ്യിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. 50% ജനങ്ങളുടെ കയ്യിൽ ആകെ ഇന്ത്യയുടെ ചരിത്രമെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ 3% സമ്പത്ത് മാത്രമേ ഉള്ളൂ. അപ്പോൾ വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാവും, ഇതിനെ പ്രതിനിധീകരിക്കുക, അവരുടെ ആശയങ്ങൾ അതിന് മുൻകൈ നേടുന്നതിന് വേണ്ടിയുള്ള ബോധപൂർവമായ പ്രവർത്തനം നടത്തുക, അത് ആശയതലത്തിൽ മാത്രമേ ചെയ്യാൻ സാധിക്കൂ. അതുകൊണ്ട് ഞാൻ ഇങ്ങനെയാണ് വിശദീകരിക്കുന്നത്. സമ്പന്നരുടെ കയ്യിൽ സമ്പത്ത് നിലനിർത്താനുള്ള ആശയ പരിസരം രൂപപ്പെടുത്താൻ മറ്റൊരു മൂലധനത്തിനും സാധിക്കില്ല ലോകത്ത്. അത് സാധിക്കുന്ന ലോകത്തെ ഒരേ ഒരു മൂലധനം മാധ്യമ മൂലധനമാണ്. ഇതാണ് കാര്യം. മാധ്യമ മൂലധനത്തിന് മാത്രമേ ഈ നിലനിൽക്കുന്ന സമ്പദ് വ്യവസ്ഥയിലെ ഭരണവർഗ താല്പര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി, അവരുടെ തന്നെ സാമ്പത്തിക താല്പര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി ഒരാശയ പ്രപഞ്ചം സൃഷ്ടിക്കാൻ സാധിക്കുന്നത് മാധ്യമങ്ങൾക്ക് മാത്രമാണ്. മാധ്യമം എന്ന് ഞാൻ പറയുമ്പോൾ പത്രം മാത്രമല്ല, അതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന മുഴുവൻ ആശയതലം മുഴുവൻ വരും. അത് നോവലായാലും കഥയായാലും കവിതയായാലും ഒക്കെ സിനിമയായാലും ഒക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെ വരുന്നതാണ്. ഇതെല്ലാം മൂലധന ശക്തികളുടെ കയ്യിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു കാര്യം ഉറപ്പിച്ച് പറയാം, മൂലധന ശക്തികളുടെ താല്പര്യം സംരക്ഷിക്കാനുള്ള ആശയപ്രപഞ്ചം സൃഷ്ടിക്കുന്ന പത്രങ്ങളോട്, മാധ്യമങ്ങളോട്, ആശയ പ്രചാരകരോട്, അതിനുവേണ്ടി നിലകൊള്ളുന്ന വ്യക്തികളോട് നിങ്ങൾ നിലപാടെടുക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ വർഗപരമായ നിലപാട് മാറി ചിന്തിക്കണമെന്നാണ് നമ്മൾ പറയുന്നതിൻ്റെ അർത്ഥം. പക്ഷേ അവരത് പറഞ്ഞുകൊണ്ടേയിരിക്കും, അവരത് ചെയ്തുകൊണ്ടേയിരിക്കും എന്നുള്ളത് ലോകത്തിൻ്റെ മുമ്പിലുള്ള നമ്മുടെ അനുഭവമാണ്. അങ്ങനെ വരുമ്പോൾ തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിന്, ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്, പുരോഗമന പ്രസ്ഥാനങ്ങൾക്ക്, ഈ നാടിൻ്റെ ഭാവി കൃത്യമായിട്ട് അജണ്ടയായി കൈകാര്യം ചെയ്യുന്നവർക്ക് അവരുടേതായ നിലപാടുകൾ മുമ്പോട്ടേക്ക് വെക്കാൻ ഒരു ബദൽ സംവിധാനത്തിൻ്റെ ഭാഗമായി ഈ ആശയപ്രപഞ്ചത്തിൽ ഒരു സ്ഥാനമുണ്ട്. ആ സ്ഥാനമാണ് കേരളത്തിൽ യഥാർത്ഥത്തിൽ ദേശാഭിമാനിയും ജനയുഗി ഉൾപ്പെടെയുള്ള പത്രങ്ങളും മാധ്യമങ്ങളും കൈരളി ഉൾപ്പെടെയുള്ള ഈ മാധ്യമങ്ങളൊക്കെ ഇപ്പോൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ വളരെ ചെറുതാണ്, വളരെ വളരെ ചെറിയ പങ്ക് മാത്രമേ ഉള്ളൂ. സ്വാഭാവികമായിട്ട് ഈ കേരളത്തിൽ ഇടതുപക്ഷ സ്വാധീനത്തിനെതിരായിട്ട് ലോകത്ത് എവിടെയും ഇല്ലാത്ത രീതിയിലുള്ള കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയും വലതുപക്ഷ ആശയ നിർമ്മിതിയും നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രം ഏതാണ് എന്ന് ചോദിച്ചാൽ ഞാൻ ഓരോ രാജ്യത്തെയും കൃത്യമായി പരിശോധിച്ച് നോക്കിയപ്പോൾ അതിൻ്റെ കേന്ദ്രഭൂമിയായിട്ടുള്ളത് കേരളമാണ്. അപ്പോൾ എത്രത്തോളം അപകടകരമായ അവസ്ഥയിലാണ് ഈ വിഭാഗം നമുക്കെതിരായിട്ട് കേരളത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളെല്ലാം പറഞ്ഞ പോലെ ഈ മഴവിൽ സഖ്യം പോലെ ഗവൺമെൻറ്റിനെതിരായിട്ട്, ഇടതുപക്ഷ ഗവൺമെൻറ്റിനെതിരായിട്ട്, മുഖ്യമന്ത്രിക്കെതിരായിട്ട്, പാർട്ടിക്കെതിരായിട്ട് ഓരോ ദിവസവും നടത്തിക്കൊണ്ടിരിക്കുന്ന അപവാദ പ്രചരണങ്ങളും കളവും അതുപോലെ തന്നെ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള വാർത്താ ശൃംഖലകളും എല്ലാം എങ്ങനെയാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് എന്നതിൻ്റെ കുറേ സാമ്പിളാണ് സഖാവ് പിണറായി ഇവിടെ വിശദീകരിച്ചത്. ഞാൻ ആ വിശദീകരണത്തിലേക്കൊന്നും കടക്കാനല്ല ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഇന്നത്തെ ലോക പശ്ചാത്തലത്തിൽ ധനമൂലധന ശക്തിയുടെ താല്പര്യ സംരക്ഷണത്തിന് വേണ്ടി അവരുടെ ആശയത്തെ, അവരുടെ നിലനിൽപ്പിന് ഉതകുന്ന ആശയങ്ങൾ നിർമ്മിക്കുന്നതിൽ ഈ ആശയ പ്രപഞ്ചത്തിലെ ഓരോ വിഭാഗവും, അത് പത്രം മാത്രമല്ല, മീഡിയ മാത്രമല്ല, ഞാൻ ഈ പറഞ്ഞതുപോലെ ടെലിവിഷൻ മാത്രമല്ല, എല്ലാം സർവ്വതും അതിശക്തിയായിട്ട് ഇടതുപക്ഷത്തിനും പുരോഗമന പ്രസ്ഥാനങ്ങൾക്കുമെതിരായിട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഒരു ബദൽ ജിഹ്വ എന്ന രീതിയിൽ ദേശാഭിമാനി ഒരു പുതിയ കേരളത്തെ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയുള്ള ആസൂത്രിതമായ നീക്കത്തിൻ്റെ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള അതിൻ്റെ പ്രചാരകരായി, പ്രചരണത്തിൻ്റെ വക്താവായി, അതുപോലെ സംഘാടകനായി മുമ്പോട്ടേക്ക് പോകാനുള്ള ശ്രമം തന്നെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. 10 എഡിഷൻ കേരളത്തിൽ ഇപ്പോൾ ഉണ്ട്. ഇവിടെ ഈ 3 ജില്ലയുമായിട്ട് ബന്ധപ്പെട്ട പത്രമാണ് ഇവിടെ അച്ചടിക്കാൻ ഉദ്ദേശിക്കുന്നത്. തീർച്ചയായിട്ടും
മലപ്പുറം എഡിഷൻ അതേപോലെ തന്നെ നിലനിർത്തിക്കൊണ്ടാണ് മുന്നോട്ടേക്ക് പോകുന്നത്. ഞാൻ മറ്റ് വിശദീകരണത്തിലേക്ക് കടക്കാതെ ഇവിടെ ആധുനിക രീതിയിൽ രൂപപ്പെട്ടു വന്ന മിഷനറിയാണ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. പണ്ടത്തെ പോലെയല്ല. ഇപ്പോൾ സ്വിച്ചിട്ട് കാര്യങ്ങൾ കൃത്യമായിട്ട് കൈകാര്യം ചെയ്ത് വരുമ്പോൾ കെട്ടി എത്രയാണോ ഏജന്റിന് കൊടുക്കേണ്ടത് അത്രത്തോളം കെട്ടി പുറത്തേക്ക് വിടാൻ സാധിക്കുന്ന രീതിയിലുള്ള പുതിയ മിഷനറിയാണ്. പണ്ട് എണ്ണിക്കെട്ടലാണ്. അതൊക്കെ മാറി ഇപ്പോൾ മിഷൻ തന്നെ കൃത്യമായിട്ട് ഓരോ ഏജന്റിനും എത്രയാണ് 100 150 ആണെങ്കിൽ 150 അങ്ങനെ കെട്ടായിട്ട് തന്നെ പുറത്തേക്ക് വരുന്ന രീതിയിൽ നമ്മുടെ ആധുനിക സജ്ജീകരണങ്ങൾ രൂപപ്പെട്ട് ശക്തിപ്പെട്ടിട്ടുണ്ട്. ദേശാഭിമാനി ആ രീതിയിൽ ഇനിയും വളർന്ന് നമ്മുടെ ഒരു 10 ലക്ഷം കോപ്പി ദേശാഭിമാനിക്ക് കേരളത്തിലുണ്ടാവണം എന്നാണ്. അതിപ്പോൾ പ്രഖ്യാപിച്ചിട്ട് കുറച്ചു കാലമായി, ആയിട്ടില്ല. പക്ഷേ അത് ആവുക തന്നെ ചെയ്യും. ഏതൊരു പരസ്യത്തിൽ കണ്ടിട്ടില്ല, ഇപ്പോൾ ആയിട്ടില്ല, പക്ഷേ ആവുക തന്നെ ചെയ്യും. 10 ലക്ഷം കോപ്പി എടുക്കാൻ സാധിക്കുന്ന ഒരു പത്രമായി ദേശാഭിമാനിയെ വളർത്തിയെടുത്തുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ബദൽ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ടുള്ള നമ്മുടെ ചരിത്രപരമായ ദൗത്യം നിർവഹിക്കാൻ നമുക്കാവും എന്നുള്ള പ്രതീക്ഷയോടുകൂടി നേരത്തെ പറഞ്ഞതുപോലെ ഇതിൻ്റെ സ്വിച്ച് ഓൺ കർമ്മം നിങ്ങളെല്ലാം സമ്മതത്തോടെയും അനുവാദത്തോടെയും നിർവഹിച്ചതായിട്ട് അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്.